Bong Joon-ho is back after 6 years with Mickey 17, starring Robert Pattinson, Mark Ruffalo. മിക്കി 17 ഒരു നോവൽ ബേസ്ഡ് ആണ് അണ്ടർ ദ സെയിം നെയിം ബൈ എഡ്വേർഡ് ആഷ്ടൺ. ഇതും ഒരു സ്പീഷീസ് സേവിംഗ് സൈഫൈ സിനിമയാണ്. ഓബ്ജെക്ട് പോലെ തന്നെ ബട്ട് ഇൻ എ ഗ്രാൻഡർ ആൻഡ് വൈഡർ സ്കെയിൽ, അതും വേറൊരു പ്ലാനറ്റിൽ. കഥ പറയാനുള്ള ഇറ്റ്സ് എ വെരി എന്റർടൈനിങ് വൺ. 2 മണിക്കൂർ 20 മിനിറ്റ് ഒട്ടും ബോറടിക്കാണ്ട് ഒരു മാർവലസ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒരു കോംപ്ലിക്കേറ്റഡ് സ്ക്രീൻ പ്ലേ ആയേനെ, പക്ഷെ ബോങ് ജോൺ ഹോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല രസമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് കോമഡി സിനിമയാണത്. വണ്ടർഫുൾ വേൾഡ് ബിൽഡിംഗ് ആയിരുന്നു ആൻഡ് ഭയങ്കര ബിലീവബിൾ ആയ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെല്ലാം സർക്കാസ്റ്റിക് രീതിയിലാണ് പറയുന്നെങ്കിലും നമുക്ക് ഇതിലെ മിക്കിയുടെ, റോബർട്ട് പാറ്റിൻസന്റെ ക്യാരക്ടറെ മിക്കിനോട് ഒരു സ്പെഷ്യൽ എന്നൊരു കണക്ഷൻ, ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. സോ വി വിൽ റൂട്ട് ഫോർ ദ ക്യാരക്ടർ. ആൻഡ് റോബർട്ട് പാറ്റിൻസൺ ആ ഒരു ക്യാരക്ടറായിട്ട് ഇതിൽ 2 പേഴ്സണാലിറ്റീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. മിക്കി 17 ആയിട്ടും മിക്കി 18 ആയിട്ടും രണ്ടും വേറെ ലെവലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്ക് റഫല്ലോ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു പൂവർ തിങ്സ് എന്നൊരു സിനിമയുണ്ട്, അതിനകത്ത് മാർക്ക് റഫല്ലോ അഭിനയിച്ചിട്ടുണ്ടായി. ആ ഒരു സിനിമയിലും സെയിം മാനറിസം തന്നെയാണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നത്. നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ആ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ. നവോമി ആക്കി റോബർട്ട് പാറ്റിൻസന്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് പ്ലേ ചെയ്തത്. ഒരു ലവ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഹാഫിൽ പെർഫോം ചെയ്യാൻ സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീവൻ യൂൺ, ടോണി കൊളറ്റ്, പാറ്റ്സി ഫെറാൻ, ഇവരും അവരുടെ ക്യാരക്ടേഴ്സിന് നന്നായി ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് എല്ലാം ടോപ്പ് ആർ എക്സലൻസ് ആയിരുന്നു ഫോർ ദ ഗ്രാൻഡ് വിഷൻ. നെഗറ്റീവ്സ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫിൽ ഇതിൽ മെയിൻ ആക്ട്രസ് ഉണ്ട്. അവർ ഈ റോബർട്ട് പാറ്റിൻസന്റെ മെയിൻ ക്യാരക്ടറിന് വേണ്ടി തല്ലുണ്ടാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതൊരു ഭയങ്കര ഒരു ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഒരു കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യായിരുന്നു. അല്ലാണ്ട് ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി എന്റർടൈനിങ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബോങ് ജോൺ ഹോ ഒട്ടും ഡിസപ്പോയിന്റ് ചെയ്തില്ല.